അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ലിവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായി എടുത്തിരിക്കുന്ന സാധനങ്ങളാണ്: സവാള, കൊച്ചുള്ളി, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മസാലക്കൂട്ട്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ലിവർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയതിന് ശേഷം ഞാൻ അല്പം വിനാഗിരി ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മണം വയ്ക്കുമെന്നും അതിൻ്റെ ഒരു കുത്തുചെവയുണ്ടല്ലോ, അതൊന്ന് പോകാനായിട്ട് ലിവറിൻ്റെ. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം എല്ലാം തോത്തിയതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നല്ലവണ്ണം മിക്സ് ചെയ്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം അങ്ങ് ഇറങ്ങിക്കോളും. ഞാൻ ഇവിടെ 250 ഗ്രാം അത്രയൊക്കെ കാണത്തുള്ളൂ, അത്രയും തന്നെ കാണത്തില്ല, അത്രയേ ഉള്ളൂ ലിവർ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് കുക്കർ വെച്ചൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. ചിലവർ പറയുന്നത് 2 വിസിൽ, ഇതെന്തുവാ നോക്കാം വേവിൻ്റെ അനുസരിച്ച്. അപ്പം നമുക്കിത് അടപ്പയിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോഴത്തേക്കും ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം അളവ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേ ലീഫ് ഉണ്ടല്ലോ, അതൊരു ചെറിയൊരു കഷ്ണം. ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചെറിയ ഗ്രാമ്പു, ചെറിയൊരു പട്ട, ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇട്ടാൽ പിന്നെ തേങ്ങാക്കൊത്ത് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽ മുളകും അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ നിറമായി അതിലേക്ക് ഇന്ന് നമുക്ക് സവാള, ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 10-22ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതൊരു ടേസ്റ്റാണ്, നല്ല കൊച്ചുള്ളി. അതും അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകുണ്ട്, അതും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി എത്ര ഇട്ടാൽ അത്രയും നല്ല ടേസ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത്. വലിയ കൊച്ചുള്ളിയാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 8 കഷ്ണം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലവണ്ണം അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ശകലം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മറ്റേതിനകത്ത് വേവിക്കാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് ഞാനിപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ശകലം ഉൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്നൊരു മുരിമുര അങ്ങ് വഴന്ന് കിട്ടും. ശകലം ഉപ്പുപൊടി ചേർക്കുമ്പോൾ അതിന് വേണ്ടി ഞാൻ ശകലം ഉൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം നമുക്ക്. ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നേരത്തെ 1/2 ടീസ്പൂണാണല്ലോ ചേർത്തത്. ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് ഈ പച്ചമണം ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇതിനെന്ന് വെച്ചാൽ നല്ല എരിവ് വേണം, നമ്മുടെ ലിവർ ആകുമ്പം നല്ലവണ്ണം എരിവ് മുന്നിട്ടിരിക്കണം. അത് ഞാൻ അത്രയും ചേർത്തിട്ടുള്ളത്. പിന്നെ മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കും. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച മസാലയാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ അളവ് ഞാൻ ചേർത്ത്, ചെറിയ ഇത് അളവിൽ. അപ്പോൾ ഇത് നമ്മുടെ ലിവറെല്ലാം വെന്തിട്ട് 4 വിസിൽ ഞാൻ അടിച്ചായിരുന്നു. ഇത് ഇനി എന്തോ എനിക്കൊരു വേവാത്ത പോലെ, അതുകൊണ്ട് ഞാൻ 4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം മസാലയ്ക്കകത്തോട്ട് നമുക്ക് ഈ ലിവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വെന്തേൻ്റെ ശകലം ഗ്രേവി പോലെ ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ അതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നവണ്ണം ഒന്ന് ഇളക്കി, ഉപ്പും എല്ലാം ആവശ്യത്തിന് ചേർത്ത് നന്നവണ്ണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഗ്രേവി എല്ലാം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. എല്ലാം നല്ലവണ്ണം എല്ലാം ഒന്നുകൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം. മസാല ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് കുക്കാകട്ടെ. അപ്പം നമുക്ക് അതെല്ലാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനിയും തുറന്ന് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്തെങ്കിലും നമുക്ക് ചേർക്കാനുണ്ടെങ്കിലെല്ലാം എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർക്കാണ്ട് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് തുറന്ന് വെച്ച് നല്ലവണ്ണം ഇങ്ങനെ
ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ഒരു ബ്രൗൺ നിറമാകത്തില്ല, എന്നാലും നല്ല നല്ല ഫ്രൈ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് തുറന്ന് വെച്ച് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി അടച്ച് വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വെള്ളമെല്ലാം നല്ല ആ അരപ്പൊക്കെ ആ കഷ്ണത്തെ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ അങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കൈവിടാതെ ഞങ്ങൾ അടുക്കി പിടിക്കത്തില്ല, നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം അടുക്കി പിടിക്കുന്നത്, എന്നാലും ഒരു കരിയാണ്ടിരിക്കുക നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ലവണ്ണം ആ വെള്ളമെല്ലാം വറ്റത്തക്ക രീതിയിൽ അങ്ങനെ ഇതാകട്ടെ നല്ലവണ്ണം. ആ പുളിരസമൊക്കെ ആകുമ്പോൾ നല്ല ഇതായിരിക്കും, നാരങ്ങയുടെ ആ നീരൊക്കെ അതേ പിടിച്ച് കഴിയും. ഇനി നമുക്ക് വെളിച്ചെണ്ണ അല്പം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം എടുത്തപ്പോൾ നല്ല ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിവേപ്പില കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഏകദേശം ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം തേങ്ങാക്കൊത്തും അതെല്ലാം അതേ തന്നെ പിടിച്ചിരിപ്പോണ്ട് നല്ല ഇതായിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നല്ല എരിവ് വേണ്ടവർക്ക് ആവശ്യത്തിന് പിന്നെയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഇതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അപ്പോൾ ഇവിടെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.